കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ 11ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 20-21 തീയതികളിൽ കോഴിക്കോട് ജൂബിലി ഹാളിൽ നടക്കും. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്യാനുള്ള വേദിയാകും സമ്മേളനം. മൃഗസംരക്ഷണ വകുപ്പിലെ ഫീൽഡ് സാങ്കേതിക വിഭാഗം ജീവനക്കാരായ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ സംഘടനയാണ് കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ. യൂണിയന്റെ 11ാം സംസ്ഥാന സമ്മേളനം സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് ക്ഷീര കർഷക സംഗമം സംഘടിപ്പിക്കും. രാഷ്ട്രീയ സംഘടനാ രംഗത്തുള്ള സംസ്ഥാന നേതാക്കൾ സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. സിവിൽ സർവീസിലെ പൊതുവിഷയങ്ങളോടൊപ്പം വകുപ്പിലെ ജീവനക്കാരുടെ വിഷയങ്ങളും കർഷകരുടെ ബുദ്ധിമുട്ടുകളും അവർക്കുള്ള പരിഹാരങ്ങളും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ രണ്ട് വാക്സിനേഷൻ ഇപ്പോൾ ഒരേ സമയം ചെയ്യുന്നത്, ലംബി സ്കിൻ ഡിസീസിന്റെയും അതോടൊപ്പം തന്നെ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസിന്റെയും. ഇപ്പൊ ലംബി സ്കിൻ ഡിസീസിന്റെ വാക്സിൻ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് 3 മണിക്കൂറിന് ഉപയോഗിക്കണമെന്നാണ്. അതിന്റെ പൊട്ടൻഷ്യൽ ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഈ 3 മണിക്കൂറിനകം നമുക്ക് ഈ വാക്സിൻ ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലാണ്. ഇതേ സമയം വാക്സിനേഷന്റെ സമയത്ത് തന്നെ നമുക്ക് ഈ ഡാറ്റ കർഷകരുടെ വിവരങ്ങൾ കൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കർഷകന്റെ ആധാർ അപ്ലോഡ് ചെയ്യണം. ഈ ആധാർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു OTP വരും. ആ OTP കർഷകരിൽ നിന്ന് വാങ്ങി അത് OTP കൊടുത്ത് അത് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷമാണ് ഓരോ അനിമലിനെയും എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫാമിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ 4 പശു ഉണ്ടെങ്കിൽ ഏതാണ്ട് 1/2 മണിക്കൂറോളധികം ഇതിനായിട്ട് ചെലവാക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് N കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറി KC സുരേഷ് ബാബു, ജനറൽ കൺവീനർ M സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.